തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആരവം വന്നു കഴിഞ്ഞു. പക്ഷേ ഇലക്ഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തു വന്നില്ല. പുറത്തു വന്നത് തിരുത്തുവാനുള്ള സമയം, ആക്ഷേപം കേൾക്കാനുള്ള സമയം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടേ അത് ഫൈനലൈസ് ചെയ്യുള്ളൂ. അതിനൊരു സമയമുണ്ട്. അതിനിടയിൽ BJP 100 ദിന കർമ്മ പരിപാടിയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 10 തുടങ്ങുന്ന പരിപാടി ആഗസ്റ്റ് 10 അതായത് ജൂലൈ ഉണ്ട്, ഇനി ഒരു മാസമുണ്ട്, ഒരു മാസത്തിൽ താഴെയുണ്ട്. എല്ലാ വാർഡുകളിലും 20,000 വാർഡുകളിലും വാർഡ് സഭകൾ ചേർന്ന് വികസന കുറ്റപത്രം തയ്യാറാക്കണം, വികസന രേഖ തയ്യാറാക്കണം, അതുപോലെ തന്നെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഓരോ വാർഡിലെയും. ഇപ്പോൾ 20,000 വാർഡിലും രേഖകൾ ഉണ്ടാകാൻ പോവുകയാണ്. ഒരുപക്ഷെ BJP ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ടച്ച് അതിനകത്തുണ്ടെന്ന് തോന്നുന്നു, ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്നു. എന്തായാലും 20,000 വാർഡുകളിൽ നടക്കുന്നു. അതുപോലെ തന്നെ ആഗസ്റ്റ് 15 സാധാരണ ഈ കോൺഗ്രസ്സുകാർ മാത്രമാണ് ഈ സ്വാതന്ത്ര്യ ദിനമൊക്കെ ആഘോഷിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുമില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം ഇതല്ല. ഒരു കൊടി മാറിയത് കൊണ്ടോ ഒരു ഭരണകൂടം പോയത് കൊണ്ടോ ആവുന്നില്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. ദാരിദ്ര്യം, പട്ടിണി, പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കുടിവെള്ളം, ശുചിത്വം, വ്യവസായം, തൊഴിൽ, ഇതെല്ലാം മോചനം കിട്ടിയാലേ സ്വാതന്ത്ര്യം ആവുകയുള്ളൂ എന്നൊക്കെ പഠിപ്പിച്ചിരുന്നു ഞങ്ങളെ. പിന്നെ മുതിർന്നപ്പോഴാണ് മനസ്സിലായത് അത് പൊട്ടത്തരമാണെന്ന്. പഠിച്ചതും പഠിപ്പിച്ചവർ പൊട്ടന്മാരായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ വന്നു. ആഗസ്റ്റ് 15 സ്വാഭിമാന റാലികൾ, സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ സ്വാഭിമാന റാലികൾ നടത്തുവാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ആഗസ്റ്റ് 15. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 20,000 വാർഡുകളിൽ ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും BJP ഇത്രയും പ്രാദേശിക തലത്തിൽ ചിന്തിച്ചുകൊണ്ട് വികസന രേഖയൊക്കെ തയ്യാറാക്കാൻ പോകുന്നത്. ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസന രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. അത് എടുക്കുക, അതിൻ്റെ കോപ്പികൾ പഞ്ചായത്തിൽ രൂപ അടച്ചാലോ അല്ലെങ്കിൽ 10 രൂപ അടച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റും, ലൈബ്രറികളിലുണ്ട്. അത് ഒരു ബേസ് ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം കുറച്ച് പഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്രം, പഞ്ചായത്തിന് മറ്റു കാര്യങ്ങൾ. അതേസമയം വികസനത്തെ സംബന്ധിച്ച് എന്താണ് വേണ്ടത് എന്നുള്ളത് BJPക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ 10-20 വർഷക്കാലമായി പഞ്ചായത്ത് രാജ് സംവിധാനം, പ്രത്യേകിച്ച് 90-കൾക്ക് ശേഷമാണിത്, 30-35 വർഷമായി പഞ്ചായത്ത് രാജ് സംവിധാനം വന്നിട്ട് എന്താണ് യഥാർത്ഥ സ്ഥിതി? താഴെത്തലങ്ങളിൽ ഉൽപ്പാദന മേഖലയിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? സേവന മേഖലയിൽ നമ്മൾ എവിടെ എത്തി? പശ്ചാത്തല മേഖലയിൽ എവിടെ എത്തി നിൽക്കുന്നു? പിന്നെ പ്രത്യേക പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ എന്താണ് നമ്മുടെ സാധ്യത, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് പ്രശ്നങ്ങൾ? അങ്ങനെ ഒരു സോട്ട് അനാലിസിസ് ചെയ്യുന്നത് നന്നായിരിക്കും. സോട്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത്, എന്താണ് സ്ട്രെങ്ത്, താഴെത്തലങ്ങളിലുള്ള പഞ്ചായത്തിൻ്റെയും ജനങ്ങളുടെയും പാർട്ടിയുടെയൊക്കെ വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്താണ്, ത്രെഡ് എന്താണെന്നൊക്കെ പറയുന്ന ഒരു അനാലിസിസ് നടത്തി ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുന്നത് വളരെ നല്ല തീരുമാനമാണ്. കാരണം തീരദേശം മുതൽ മലനാട് വരെ എടുത്താൽ വളരെ വ്യത്യസ്തമാണ് കേരളത്തിലെ പഞ്ചായത്തുകൾ. അടുത്തടുത്ത പഞ്ചായത്തുകൾ ഒരേ സ്വഭാവമാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരിടത്ത് വരൾച്ചയുണ്ട്, ഒരിടത്ത് വെള്ളപ്പൊക്കം, പിന്നെ ഉരുൾപൊട്ടൽ, പിന്നെ പ്രളയം, ഇങ്ങനെ വ്യത്യസ്തമാണ് ഓരോ പഞ്ചായത്തുകളുടെയും പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തൊഴിൽ വ്യത്യാസമാണ്, എല്ലാ കാര്യത്തിലും വ്യത്യസ്തമാണ്. ആ ഒരു വ്യത്യാസമുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ ഗ്രാമമെന്നും നഗരമെന്നും നമുക്ക് തിരിക്കാൻ കഴിയാത്ത രീതിയിൽ അർബൻ എന്നുള്ള നഗരഗ്രാമ അല്ല ഗ്രാമ്യ നഗര പ്രദേശങ്ങളായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതകളും പഠിക്കാൻ നല്ല രസമുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ജനങ്ങളുടെ ഹാബിറ്റിൽ വന്നു പോയിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ തലമുറയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലെയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അങ്ങനെ എത്ര 100 കണക്കിന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ചൊരു രേഖ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും BJPക്ക് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിനും പൊതുവികസനത്തിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തിനും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ അത് നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും BJP തയ്യാറെടുക്കുകയാണ്. 100 ദിന കർമ്മ പരിപാടിയുമായി BJP രംഗത്ത് വരുന്നു. ഈ 100 ദിന കർമ്മ പരിപാടി നടക്കുന്ന വേളയിലായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഉടനെ ആയിരിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരിക, അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതായിരിക്കും അവരുടെ ആശയം. എന്തായാലും നടക്കട്ടെ. പുതിയൊരു രാഷ്ട്രീയം, വികസിത കേരളം എന്ന് മാത്രം മുദ്രാവാക്യത്തിൽ പറയുന്നതിനപ്പുറം അതിനൊരു പ്രാക്ടിക്കലായി കാര്യങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് വേറൊരു രാഷ്ട്രീയമാണ് കേരളത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെ വികസന രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അവർ വികസനം എന്നൊക്കെ പറയുന്നെങ്കിലും മറ്റൊരു വികസിത കേരളത്തെക്കുറിച്ച്, ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു വികസിത കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖറാണ് ഇതിനകത്തൊരു മുദ്രാവാക്യം വെച്ചത്. അപ്പോൾ അത് കേരളം ഏറ്റെടുത്തുകൊണ്ട് പോകും എന്ന് തന്നെ കരുതാം. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കായി, അല്ലെങ്കിൽ ഒരു പശ്ചാത്തല പ്രവർത്തനമായി നമുക്കിതിനെ കാണാവുന്നതാണ്.